السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أنس بن مالك رضي الله عنه عن رسول صلى الله عليه وسلم قال: اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم والقسوة. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയുടെ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ ചില പ്രത്യേകമായ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഒന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിലും കാണാൻ കഴിയുന്നു. ആ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവസാനം നിർത്തിയ വൽ അസ്വദ് എന്ന ഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഖസ്വത്ത് എന്ന് പറഞ്ഞാൽ ഗൽദുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കാഠിന്യം. ഗലാദുൽ ഖൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ 159 ആയത്തിൽ പറഞ്ഞു, പ്രവാചകന്റെ ഒരു സവിശേഷത, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലൻത ലഹും ലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. അല്ലാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ നീ നിന്റെ സഹജീവികളോട് ലീനത്തിൽ വർത്തിക്കുന്ന, ഹൃദയത്തിൽ കാഠിന്യമില്ലാതെ അലിവും ആർദ്രതയും സ്നേഹവും സഹിഷ്ണുതയോടുകൂടിയും പെരുമാറുന്നത് അത്യപാരമായൊരു കഴിവാണ്. വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്തൊന്നും ഒരാൾ പോലും നിൽക്കുമായിരുന്നില്ല. അപ്പോൾ ആളുകളെ അടുപ്പിക്കുവാൻ, ചേർത്ത് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് മുക്തി നേടുകയും ഹൃദയം ലാളിത്യത്തിൻ്റെ കാഠിന്യത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളത്. ഖാസിയത്ത് നാശത്തിലേക്ക് എത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. ഫവൈലുൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. 39 സൂറത്ത് സുമറിലെ 22 ആയത്തിൽ അല്ലാഹു പറയാ, ഹൃദയത്തിൻ്റെ കാഠിന്യമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ദിക്റില്ലാതെ ഫിക്റില്ലാതെ കഠിനപ്പെട്ടു പോകും. നമ്മൾ പറയാറില്ല ചില ആളുകളെ പറ്റിയിട്ട്, മനുഷ്യൻ ഭയങ്കര മനക്കട്ടിയുള്ളവനാണ് എന്ന് പറയും. അതിനേക്കാൾ ഉപരിയായിരിക്കും തൊലിക്കട്ടി കൂടിയാലും മനക്കട്ടി കുറഞ്ഞു കിട്ടാൻ അള്ളാഹുവിനോട് നിരന്തരമായി തേടിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെ തേടിയെങ്കിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളൊക്കെ എത്ര കടുകട്ടി ഹൃദയത്തിൻ്റെ ഉടമകളാണ്. നമ്മൾ അള്ളാഹുവിനോട് തേടിയേ മതിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വൽ ഖസ്വത്ത് എന്നാണ് പറഞ്ഞെങ്കിൽ മറ്റു ചില ഹദീസിൽ കാണാൻ പറ്റും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖസ്വ. അള്ളാഹുവേ, ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നമുക്കും അത് മാതൃകയാക്കി അള്ളാഹുവിനോട് തേടാം, പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്താം. അള്ളാഹുവേ, ഹൃദയത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ചു തരണേ, മനക്കെട്ടി ഒന്ന് കുറച്ചു തരണേ, ഒന്ന് മനുഷ്യന്മാരെ പോലെ പെരുമാറാൻ, ഭാര്യയോടും മക്കളോടും സഹജീവികളോടും ഒക്കെ പെരുമാറാൻ, അവനവന് തന്നെ അത് ഗുണപരമായി തീരാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആ ഒരു പ്രവിശാലമായ ഗുണം അനുഭവിക്കാൻ ഒക്കെ എനിക്ക് തൗഫീഖ് നൽകണമെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൻ്റെ ഭാരവും കാഠിന്യവും കുറച്ചു വെച്ച് സലീമായ ഹൃദയത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചപലത കൊണ്ടും ദൗർബല്യം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒക്കെ പറ്റിപ്പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ളവരും രോഗികളുമായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും
രോഗങ്ങൾക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും വേദനയും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.